2 വർഷത്തിന് ശേഷം കൊച്ചിൻ ഹാർബർ ടെർമിനസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ട്രെയിൻ എത്തുമ്പോൾ അത് ഒരാളുടെ മരണത്തിന് കൂടി കാരണമാവുകയായിരുന്നു. ട്രെയിൻ തട്ടി അന്യസംസ്ഥാന തൊഴിലാളി മരിച്ചു. ഉത്തർപ്രദേശ് സ്വദേശി കമലേഷാണ് മരിച്ചത്. മുന്നറിയിപ്പ് നൽകാതെ ഇരുന്നതാണ് അപകടത്തിന് കാരണമായത്. ഇന്ന് രാവിലെ ഒരു 8:30 ഗോൾഡൻ ചാരിയറ്റ് എന്ന് പറഞ്ഞ ഒരു ടൂറിസ്റ്റ് ട്രെയിൻ ഉണ്ട്. അത് ഐലൻഡിലേക്ക് വന്നിരുന്നു. അത് വന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് സ്റ്റേഷനിൽ ഇൻഫർമേഷൻ കിട്ടുന്നത്. ഈ വാത്തുരുത്തിക്ക് സമീപത്തായിട്ട് റെയിൽവേ ട്രാക്കിൽ ഒരാളെ തട്ടിയിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ എടുത്താൽ നമ്മൾ പോലീസ് പാർട്ടിയായിട്ട് ഇവിടെ വന്നപ്പോൾ ആളുടെ പരിശോധിച്ചതിൽ ID പ്രൂഫും മറ്റും കിട്ടിയിട്ടുണ്ട്. അതിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണെന്നാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പക്ഷേ അയാളുടെ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെ ആരെയും നമുക്ക് ഇതേ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അയാളുടെ ഒരു മൊബൈൽ ഫോൺ കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ നിലവിൽ വർക്കിംഗ് കണ്ടീഷൻ അല്ല. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ബാക്കി ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ബാക്കി കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്നത് സംബന്ധിച്ച വിമർശനമാണ് ഇതിൽ ഉയരുന്നത്. 2 വർഷക്കാലം ട്രെയിൻ വരാത്ത ഒരു ട്രാക്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവിടേക്ക് പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയാണ് അപകടമുണ്ടായതെന്ന് സ്നേഹമോൾ നയനാൻ അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കും. ഏകദേശം 2 വർഷത്തിന് ശേഷം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ റെയിൽവേ ട്രാക്കിലൂടെ ഒരു ട്രെയിൻ കടന്നു പോകുന്നു എന്നത് കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ്. അതിന് പിന്നാലെയാണ് ഏറെ ദുഃഖകരമായ ഒരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നത്. അതായത് ദ ഗോൾഡൻ ചാരിയറ്റ് എന്ന സൗത്ത് ഇന്ത്യയിലെ തന്നെ അത്യാഡംബര ട്രെയിൻ ആയിരുന്നു 26 വിദേശികളെയും 5 ഇന്ത്യൻ പൗരന്മാരെയും വഹിച്ചുകൊണ്ട് കൊച്ചിയിലെ വില്ലിംഗ്ടണിലുള്ള ഹാർബർ ടെർമിനസ് എന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് 2 വർഷത്തിന് ശേഷം യാത്ര പുറപ്പെട്ടത്. ഈ ട്രെയിൻ ഏകദേശം 9 മണിയോടുകൂടിയായിരുന്നു ഈ വാത്തുരുത്തിക്ക് സമീപമുള്ള ഈ ട്രാക്കിലൂടെ കടന്നുപോയത്. ഇവിടെ നിന്നും ഫോൺ ചെയ്തുകൊണ്ടിരുന്ന ഉത്തർപ്രദേശ് സ്വദേശിയാണ് ഈ ട്രെയിൻ തട്ടി മരിച്ചത്. അദ്ദേഹം ഫോണിലായിരുന്നത് കൊണ്ട് തന്നെ ഈ ട്രെയിൻ വരുന്നത് അദ്ദേഹത്തിന് ദൃശ്യമായിരുന്നില്ല. ഇത് മരണകാരണം എന്ന് പോലീസ് പറയുന്നു. മാത്രമല്ല ഈ ട്രെയിൻ 2 വർഷത്തിന് ശേഷം ഇതിലൂടെ കടന്നു പോകുന്നു എന്ന് യാതൊരുവിധ മുന്നറിയിപ്പുകളും സമീപ പ്രദേശത്തുള്ളവർക്കോ പോലീസിനോ ഒന്നും ലഭിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇതിലൂടെ കടന്നുപോയ ഒരാളായിരുന്നു ഇവിടെ ഒരു മൃതദേഹം കിടക്കുന്നതായി പോലീസിന് വിവരം അറിയിച്ചത്. ശേഷം പോലീസ് സ്ഥലത്തെത്തിയ ശേഷം ഇദ്ദേഹത്തിന്റെ പോക്കറ്റ് പരിശോധിച്ചിരുന്നു. ഈ പോക്കറ്റിൽ നിന്നാണ് ഈ ആധാർ കാർഡ് ലഭിച്ചത്. ആധാർ കാർഡിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് കമലേഷ് ആണെന്നും ഇദ്ദേഹം ഉത്തർപ്രദേശ് സ്വദേശിയാണെന്നും പോലീസ് മനസ്സിലായത്. ശേഷം അദ്ദേഹത്തിന്റെ ഫോൺ പോലീസ് പരിശോധിച്ചു. ഫോണിൽ കിടക്കുന്ന ആദ്യ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്ത്, നോയിഡയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായിരുന്നു ഫോൺ എടുത്തിരുന്നത്. അദ്ദേഹം പറഞ്ഞ വിവരം അനുസരിച്ച് ഈ മരിച്ച ഈ കമലേഷ് സമീപ പ്രദേശത്തുള്ള ഒരു കോൺട്രാക്ടറുടെ കീഴിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. ഈ കോൺട്രാക്ടർ ആരാണെന്നും അദ്ദേഹം എന്ത് ജോലിയാണ് ചെയ്തിരുന്നത് എന്ന കാര്യത്തിലൊന്നും വ്യക്തത വന്നിട്ടില്ല. നിലവിൽ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി ശേഷം തുടർ നടപടികൾക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ മൃതദേഹം പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മൃതദേഹം കൊണ്ടുപോയിരിക്കുകയാണ്. ഏതായാലും 2 വർഷത്തിന് ശേഷം ഈ ഗോൾഡൻ ചാരിയറ്റ് എന്നുള്ള ഈ അത്യാഡംബര ട്രെയിൻ ഇതിലൂടെ കടന്നു പോകുന്നു എന്നുള്ള ഏറെ സന്തോഷകരമായ ഒരു വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ ദുഃഖകരമായ ഒരു വാർത്ത കൂടി എത്തിയിരിക്കുന്നത്. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം സ്നേഹമോൾ നയനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.